നമസ്കാരം. ദക്ഷിണേന്ത്യയെ ഒന്നാകെ ഉലയ്ക്കാൻ പോകുന്ന ഒരു നിർണായക രാഷ്ട്രീയ തർക്കത്തിന്റെ യഥാർത്ഥ ഉള്ളറകളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് തമിഴ്നാട് ബജറ്റിൽ മുല്ലപ്പെരിയാർ വീണ്ടും ഒരു പ്രധാന അജണ്ടയായി ഉയർന്നു വന്നത്. പുതിയ ജോസഫ് വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ തമിഴ്നാട് ധനമന്ത്രി നടത്തിയ ആ ഒറ്റ പ്രഖ്യാപനം അതെന്തായിരുന്നു? മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയിൽ നിന്നും ഇനിയും ഉയർത്തുമെന്ന്. മുല്ലപ്പെരിയാർ എന്ന വിഷയം നമ്മൾ കുറെ ചർച്ച ചെയ്തതാണ് എന്ന് കരുതി ഇങ്ങനെ ഒരു നിർണായക നീക്കം തമിഴ്നാട് നടത്തുമ്പോൾ നമുക്ക് അത് തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല അല്ലേ? എന്തുകൊണ്ടാണ് കേരളം ഒരു പുതിയ അണക്കെട്ട് വേണമെന്ന ഇത്രയധികം ശാഠ്യം പിടിക്കുന്നത്? എന്നാൽ എന്തുകൊണ്ടാണ് തമിഴ്നാട് അതിനെ നഖശിതാന്തം എതിർക്കുന്നത്? നിങ്ങൾ കരുതുന്ന പോലെ ഇതൊരു സാധാരണ അതിർത്തി തർക്കമല്ല. തമിഴ്നാടിന്റെ തന്ത്രപരമായ നീക്കങ്ങളും ഡിസംബർ 31 മുൻപ് പൂർത്തിയാക്കേണ്ട സുരക്ഷാ പരിശോധനകളിലെ അട്ടിമറികളും കേരളത്തിന്റെ കടുത്ത നിലപാടുകളും ചേർന്ന് ഒരു വലിയ നിയമ രാഷ്ട്രീയ യുദ്ധത്തിനാണ് ഇപ്പോൾ കളമൊരുങ്ങുന്നത്. വിജയ് സർക്കാരിന്റെ ഈ പുതിയ നീക്കത്തിന് പിന്നിലെ ആ ഞെട്ടിക്കുന്ന കാരണം എന്താണ്? തമിഴ്നാട് ബജറ്റിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരാൻ ഉണ്ടായ അടിയന്തര കാരണവും മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് ഇതുവരെ ആരും പറയാത്ത ചില വസ്തുതകളുമാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. ഒട്ടും സമയം കളയാതെ വീഡിയോ അവസാനം വരെ കാണണേ. നിങ്ങൾക്കറിയാമോ, തമിഴ്നാട് ബജറ്റിൽ മുല്ലപ്പെരിയാർ വിഷയം ഇതിനു മുൻപ് ഉയർന്നു വന്നത് 2016 ഫെബ്രുവരി 16-നാണ്. അന്ന് ജയലളിതയായിരുന്നു മുഖ്യമന്ത്രി. അന്നത്തെ ധനമന്ത്രി ഒ പന്നീർശെൽവം അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയാക്കി ഉയർത്തിയത് തങ്ങളുടെ ഒരു ചരിത്രപരമായ നേട്ടമായി ഉയർത്തിക്കാട്ടിയിരുന്നു. എന്നാൽ അതിനുശേഷം നീണ്ട ഒരു പതിറ്റാണ്ട് കാലം നിശബ്ദതയായിരുന്നു. ആ നിശബ്ദത തകർത്തുകൊണ്ടാണ് ഇപ്പോൾ തമിഴ്നാട് ബജറ്റിൽ വീണ്ടും അതേ വിഷയം ഉയർന്നു വന്നിരിക്കുന്നത്. ഇവിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ചരിത്രം അത് വളരെ ലളിതമായിട്ടാണെങ്കിലും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് 1886 തിരുവിതാംകൂർ രാജാവും ബ്രിട്ടീഷ് ഭരണകൂടവും തമ്മിലുണ്ടാക്കിയ 999 വർഷത്തെ പാട്ടക്കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അണക്കെട്ട് പണിയുന്നത്. അണക്കെട്ട് ഇരിക്കുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ തേക്കടിയിലാണ്. എന്നാൽ ഇതിന്റെ നിയന്ത്രണവും ഭരണവും പൂർണ്ണമായും ആർക്കാണ്? തമിഴ്നാടിന്റെ കൈകളിലാണ്. തമിഴ്നാട്ടിലെ തേനി, മധുര, ദിണ്ടിഗൽ, ശിവഗംഗ, രാമനാഥപുരം എന്നീ 5 വരണ്ട കൃഷി മേഖലകൾക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാന ആശ്രയമാണ് ഈ അണക്കെട്ട്. തമിഴ്നാടിന് ഇത് അവരുടെ കർഷകരുടെ ജീവരേഖയാണെങ്കിൽ കേരളത്തിന് ഇത് അണമുറിയാത്ത ഭീതിയുടെ നിഴലാണ്. 2014 മെയ് മാസത്തിലാണ് സുപ്രീം കോടതി മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136 അടിയിൽ നിന്ന് 142 അടിയായി ഉയർത്താൻ തമിഴ്നാടിന് അനുമതി നൽകിയത്. അന്ന് ഈ വിധി വന്ന ഉടനെ തന്നെ കേരളത്തിൽ കടുത്ത പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ മുൻനിര നേതാക്കൾ പോലും അണക്കെട്ട് തകർന്നാൽ ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകൾ ഒലിച്ചു പോകുമെന്ന മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. നിലവിൽ അതായത് ഈ ഓഗസ്റ്റ് തുടക്കത്തിൽ അണക്കെട്ടിലെ ജലനിരപ്പ് എത്രയാണെന്ന് അറിയാമോ? 119.5 അടിയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 134.15 അടിയായിരുന്നു. എന്നിട്ടും സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രാഥമിക സുരക്ഷാ പരിശോധനകൾ പോലും നടത്താൻ തമിഴ്നാട് തയ്യാറായിട്ടില്ല. ഈ വർഷം ഡിസംബർ 31 മുൻപ് പൂർത്തിയാക്കേണ്ട ഡാം സേഫ്റ്റി ഓഡിറ്റ് തമിഴ്നാട് ഇതുവരെ തുടങ്ങിയിട്ട് പോലും ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നിട്ടാണ് ജലനിരപ്പ് ഇനിയും ഉയർത്തുമെന്ന ഏകപക്ഷീയമായ പ്രഖ്യാപനം അവർ ബജറ്റിലൂടെ നിർദാക്ഷിണ്യം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇനിയാണ് ഞാൻ ആദ്യം ചോദിച്ച കേരളം ഒരു പുതിയ അണക്കെട്ട് വേണമെന്ന് ഇത്രയധികം ശാഠ്യം പിടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും തമിഴ്നാട് അതിനെ നഖശിതാന്തം എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യമായി അണക്കെട്ടിന്റെ ഘടന നമുക്കൊന്ന് പരിശോധിക്കാം. സുർക്കി, കുമ്മായം, കരിങ്കല്ല് എന്നിവ ഉപയോഗിച്ച് 1895 പണി തീർത്തിയ ഒരു ലൈം സുർക്കി ഗ്രാവിറ്റി ഡാമാണിത്. സാധാരണയായിട്ട് ഇത്തരം അണക്കെട്ടുകളുടെ ഡിസൈൻ ആയുസ് എത്രയാണെന്ന് അറിയാമോ? റിപ്പോർട്ടുകൾ പ്രകാരം അത് 50 മുതൽ 100 വർഷം വരെയാണ്. എന്നാൽ മുല്ലപ്പെരിയാറിന് ഇപ്പോൾ 131 വർഷം പ്രായമായിരിക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? നിർമ്മാണ സാമഗ്രികളുടെ കാലപ്പഴക്കം മൂലം കുമ്മായം ചോർന്നു പോകുന്നത്, അണക്കെട്ടിന്റെ തറയിൽ ഉണ്ടാകുന്ന ചോർച്ച, നിരന്തരമായ ഭൂചലനങ്ങൾ എന്നിവയെല്ലാം അണക്കെട്ടിന്റെ ബലത്തെ ബാധിച്ചിട്ടുണ്ടെന്ന്
കേരളം ആവർത്തിച്ചു വാദിക്കുന്നു. എന്നാൽ തമിഴ്നാട് ഇത് കേൾക്കുന്നില്ല. അവർ പറയുന്നത് മറിച്ചാണ്. അണക്കെട്ടിന് താഴെ സിമന്റ് ഗ്രൗട്ടിംഗ് നടത്തിയും കേബിൾ ആങ്കറിംഗ് നൽകിയും അണക്കെട്ട് റീൻഫോഴ്സ് ചെയ്തിട്ടുണ്ടെന്നാണ്, അണക്കെട്ട് പൂർണ്ണ സുരക്ഷിതമാണെന്നുമാണ് തമിഴ്നാടിന്റെ വാദം. ഇതിനായി സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതികൾ നൽകിയ റിപ്പോർട്ടും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഡാം എത്ര ബലപ്പെടുത്തിയാലും മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളെയോ അതിതീവ്ര പ്രകൃതി ദുരന്തങ്ങളെയോ അതിജീവിക്കാൻ 130 കൊല്ലം പഴക്കമുള്ള ഒരു നിർമ്മിതിക്കാവുമെന്ന് ഒരു ആശങ്ക നിറഞ്ഞ ഒരു ചോദ്യം അവിടെ ഉയരുന്നില്ലേ? നിങ്ങൾക്കറിയാമോ, അന്ന് അണക്കെട്ട് പരിശോധിക്കാനായി നിയോഗിച്ച 5 അംഗ കോംപ്രിഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ കമ്മിറ്റിയിൽ നിന്ന് കേരളത്തിന്റെ പ്രതിനിധിയെ കെ ശിവരാജനെ കേരളത്തോട് ആലോചിക്കാതെ തന്നെ മാറ്റി നിർത്തിയത് അന്ന് വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഒടുവിൽ കേരളത്തിന്റെ ശക്തമായ നീക്കത്തെ തുടർന്ന് ഒഡീഷയിലെ മുൻ എഞ്ചിനീയർ ഇൻ ചീഫിനെ ആ സ്ഥാനത്ത് നിയമിക്കേണ്ടിയും വന്നിരുന്നു. ഇവിടെ അപകടകരമായ കാര്യം, ഒരു അപ്രതീക്ഷിത പ്രളയം ഉണ്ടായാൽ മുല്ലപ്പെരിയാറിന്റെ സ്പിൽവേയിലൂടെ വൻതോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുകേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം ആരും കാണാതെ പോകരുത് എന്നാണ് പറയാനുള്ളത്. ആ വെള്ളം മുഴുവൻ ചെന്നെത്തുന്നത് നമ്മുടെ ഇടുക്കി അണക്കെട്ടിലേക്കാണ്. ഇതിനെ നമുക്ക് സാങ്കേതികമായി കാസ്കേഡിംഗ് ഡാം ഫെയിലിയർ എന്ന് വിളിക്കുന്നുണ്ട്. അതായത് ഒരു അണക്കെട്ട് തകരുന്നതിന്റെ ആഘാതത്തിൽ തൊട്ടടുത്തുള്ള വലിയ അണക്കെട്ടും അപകടത്തിലാകുന്ന ആ അവസ്ഥ. ഇത് സംഭവിച്ചാൽ കേരളത്തിലെ 5 ജില്ലകൾ ഒന്നടങ്കം നേരിടേണ്ടി വരുന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള വൻ നാശനഷ്ടങ്ങളായിരിക്കും. കേരളത്തിന് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന വെള്ളത്തിൽ യാതൊരു എതിർപ്പുമില്ല. അവർക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം പൂർണ്ണമായി നൽകാൻ കേരളം തയ്യാറുമാണ്. എന്നാൽ ജലനിരപ്പ് 142 അടിയിൽ നിന്നും മുകളിലേക്ക് ഉയർത്തിയാൽ അത് അണക്കെട്ടിന്റെ ചുമരുകളിലുള്ള ജലസമ്മർദ്ദം അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കും. ഈ അപകടകരമായ കളിക്കാണ് തമിഴ്നാട് ഇപ്പോൾ അവരുടെ പുതിയ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിനൊരു ശാശ്വതവും ബുദ്ധിപരവുമായ പരിഹാരം അതെന്താണ്? പഴകിയ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കപ്പുറം ആധുനിക സാങ്കേതിക വിദ്യയും നയതന്ത്ര നയങ്ങളുമാണ് ഇവിടെ വേണ്ടത്. ഒന്നാമതായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI അടിസ്ഥാനമാക്കിയുള്ള ഡാം മാനേജ്മെന്റും റൂൾ കർവ്. രണ്ടാമതായി പുതിയ അണക്കെട്ട് നിർമ്മാണം എന്ന മാർഗമാണ്. പഴയ അണക്കെട്ടിന് താഴെയായി കേരളം മുൻപോട്ട് വെക്കുന്ന പുതിയ അണക്കെട്ട് പണിയുകയാണ് മറ്റൊരു പോംവഴി. പുതിയ അണക്കെട്ട് പണിതാലും നിലവിലെ കരാർ വ്യവസ്ഥകൾ പ്രകാരം തമിഴ്നാടിന് ആവശ്യമായ മുഴുവൻ വെള്ളവും നൽകാൻ കേരളം തയ്യാറായിരിക്കാം. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്ന നയം പ്രാവർത്തികമാക്കാൻ ഇതിലും മികച്ചൊരു ബദലുണ്ടോ? അടിയന്തര ആശ്വാസം എന്ന നിലയിൽ തമിഴ്നാട്ടിലെ വൈഗ അണക്കെട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന തുരങ്കങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കണം. തമിഴ്നാട്ടിലേക്ക് കൂടുതൽ വെള്ളം ഒരേ സമയം തിരിച്ചുവിട്ടാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. നാലാമതായി പറയാനുള്ളത്, അന്താരാഷ്ട്ര തലത്തിലുള്ള വിദഗ്ധരുടെ ഒരു ഡാം ഓഡിറ്റ്, അത് പ്രാദേശിക രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി വിദേശ രാജ്യങ്ങളിലെ സ്വതന്ത്രരായ അണക്കെട്ട് വിദഗ്ധരെ കൊണ്ട് അടിയന്തരമായി ബലപരിശോധന നടത്തുകയും അവരുടെ റിപ്പോർട്ട് സുപ്രീം കോടതി നേരിട്ട് നടപ്പിലാക്കുകയും വേണമെന്നാണ്. എന്നാൽ ഇപ്പോൾ വിജയ് സർക്കാരിന്റെ ഈ പുതിയ നീക്കത്തിന് പിന്നിലെ ആ ഞെട്ടിക്കുന്ന കാരണം അതെന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അത് തമിഴ്നാട്ടിലെ തേനി ഉൾപ്പെടുന്ന തെക്കൻ ജില്ലകളിലെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാനും കർഷകരുടെ വികാരം അനുകൂലമാക്കാനും തമിഴ്നാടിന്റെ അവകാശ സംരക്ഷണത്തിനായി സ്വയം പ്രതിഷ്ഠിക്കാനുമുള്ള വിജയുടെ ഒരു വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ മൂവ് തന്നെയാണ് ഈ പുതിയ പ്രഖ്യാപനം എന്നാണ് വിലയിരുത്തൽ. പക്ഷേ സുഹൃത്തുക്കളെ, മുല്ലപ്പെരിയാർ എന്നത് വെറും ഒരു അതിർത്തി തർക്കമോ 2 സർക്കാരുകൾ തമ്മിലുള്ള അഭിമാന പ്രശ്നമോ അല്ല. അത് ഒരു വശത്ത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും മറുവശത്തെ ആയിരക്കണക്കിന് കർഷകരുടെ കണ്ണീരുമാണ്. തമിഴ്നാട്ടിലെ കൃഷിഭൂമികൾ പച്ചപിടിച്ചു നിൽക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്. അതേസമയം തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള അവകാശവുമുണ്ട്. തമിഴ്നാട്ടിലെ പുതിയ വിജയ് സർക്കാരും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം അപകടങ്ങൾ സംഭവിച്ചതിനു ശേഷം കണ്ണീരൊഴുക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: 131 വർഷം പഴക്കമുള്ള ഒരു അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർത്താനുള്ള തമിഴ്നാടിന്റെ ഈ പുതിയ നീക്കത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കുക മാത്രമാണോ ഇതിനുള്ള ഒരേ ഒരു ശാശ്വത പരിഹാരം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വ്യക്തമായി രേഖപ്പെടുത്തുക.